അടുക്കള കയറി യുദ്ധം. നമ്മൾ ബാക്ക് ടു വിറകടുപ്പ് മോഡിലേക്കോ? എന്തുകൊണ്ട് പാചകവാതക പ്രതിസന്ധി? ആദ്യം അപ്ഡേറ്റുകളിലേക്ക്. ഗ്യാസ് കിട്ടാത്തത് കൊണ്ട് ഭക്ഷണം കഴിക്കാതെ ഗ്യാസ് കയറിയ ഒരു വിഭാഗമുണ്ട്. വീടുകളിൽ നിന്നും മാറി ജോലി ചെയ്യുന്ന, സ്വന്തമായി പാചകം ചെയ്യുക എന്ന ഓപ്ഷൻ ഇല്ലാത്തവർ. ഹോട്ടലുകളാണെങ്കിൽ ഗ്യാസ് സിലിണ്ടർ കിട്ടാത്തത് കൊണ്ട് ചായയും പഴംപൊരിയും പൂരി മസാലയും ഒക്കെ തുടങ്ങി സമയം കൂടുതൽ ആവശ്യമുള്ള വിഭവങ്ങളൊക്കെ മെനുവിൽ നിന്ന് നിർദ്ദയം അങ്ങ് കട്ടാക്കി. എന്ന് തീരും ഈ ദുരിതമെന്ന് ആലോചിച്ചിരിക്കുമ്പോൾ നേരിയ ആശ്വാസ വാർത്തകളുമുണ്ട്. ഹോട്ടലുകൾക്കും റെസ്റ്റോറന്റുകൾക്കും ഇന്നു മുതൽ സിലിണ്ടറുകൾ നൽകി തുടങ്ങുമെന്ന് കേന്ദ്രമന്ത്രി ഹർദീപ് സിംഗ് പുരി വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നാൽ പ്രതിമാസ ശരാശരി ഉപയോഗത്തിന് വേണ്ടതിന്റെ 1/5 മാത്രമേ കിട്ടൂ. എന്ന് വെച്ചാൽ 100 സിലിണ്ടർ ഉപയോഗിക്കുന്നവർക്ക് 20 എണ്ണമേ കിട്ടൂ. ഗ്രാമീണ മേഖലയിൽ മുൻപ് 25 ദിവസത്തിലൊരിക്കൽ ബുക്ക് ചെയ്താൽ ഗ്യാസ് സിലിണ്ടർ കിട്ടുമായിരുന്നു. ഇപ്പോൾ 45 ദിവസമാക്കിയിട്ടുണ്ട്. അതല്ല, ഗ്രാമങ്ങളോട് അങ്ങനെ ഒരു വിവേചനമെന്നല്ലേ? രണ്ടുണ്ട് കാര്യം. ഒന്ന്, കേരളത്തിലെ കാര്യം തന്നെ നോക്കിയാൽ 98 ലക്ഷം LPG കണക്ഷനിലേറെയും ഗ്രാമീണ മേഖലകളിലാണ്. ഡിമാൻഡ് കൂടുതൽ. 2, നാട്ടിൻപുറത്ത് വിറകെങ്കിലും ഉപയോഗിക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടല്ലോ. വിതരണത്തിന് സർക്കാർ മുൻഗണന നൽകിയിട്ടുണ്ട്. ആശുപത്രികൾ, വൃദ്ധസദനങ്ങൾ, അനാഥാലയങ്ങൾ, സ്കൂളുകൾ, ജനകീയ അടുക്കളകൾ, IT പാർക്ക്, ഫാക്ടറി ക്യാന്റീനുകൾ തുടങ്ങിയവയ്ക്ക് മുൻഗണന നൽകാനാണ് തീരുമാനം. മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടന്ന മന്ത്രിസഭായോഗം ഇതിന് അനുമതി നൽകിയിട്ടുമുണ്ട്. ഒപ്പം തന്നെ മണ്ണെണ്ണ വിതരണം സുഗമമാക്കാനും നടപടിയായിട്ടുണ്ട്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ആശുപത്രികൾക്കും ഒരിളവ് കൂടി നൽകിയിട്ടുണ്ട്. ഗ്യാസിന് പകരം മണ്ണെണ്ണയും കൽക്കരിയും ചാണക വറളിയും ഒക്കെ ഉപയോഗിക്കാമെന്ന് കേന്ദ്ര സർക്കാർ പറഞ്ഞിട്ടുണ്ട്. മലിനീകരണം ഉണ്ടാക്കുന്നതുകൊണ്ട് മുൻപ് ഇവയ്ക്കൊക്കെ നിയന്ത്രണമുണ്ടായിരുന്നു. സംസ്ഥാനത്തെ മലിനീകരണ നിയന്ത്രണ ബോർഡിനെ ഇത് അറിയിച്ചിട്ടുമുണ്ട്. പലരും കാറ്ററിംഗ് ഓർഡറുകൾ റദ്ദാക്കിയത് മുൻകൂട്ടി നിശ്ചയിച്ച പാർട്ടികളെയും ചടങ്ങുകളെയും ബാധിച്ചിട്ടുണ്ടെന്ന് റിപ്പോർട്ടുകളുണ്ട്. ഇനി കല്യാണ സദ്യയൊക്കെ എന്താകുമെന്ന് കണ്ടറിയണം. എന്തെങ്കിലും കേട്ടാൽ പാനിക്കടിച്ച് എല്ലാവരും കൂടി ചാടിക്കയറി ഗ്യാസ് ബുക്ക് ചെയ്യുന്നത് വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നുണ്ട്. ഏജൻസികൾ ഫോൺ എടുക്കാതിരിക്കുമ്പോൾ അവിടെ ചെന്ന് കലാപം ഉണ്ടാക്കുന്നതും സാധാരണയാകുന്നു. ഒരു കാര്യം ആലോചിക്കുക, നമ്മുടെ ആരുടെയും കുഴപ്പം കൊണ്ടല്ല ഇതൊന്നും സംഭവിക്കുന്നത്. നമുക്കിതൊന്നും മാറ്റാനുമാവില്ല. ആകെ ചെയ്യാവുന്നത് സ്വന്തം കാര്യം സിന്ദാബാദ് എന്ന് കരുതാതെ പരമാവധി സംയമനത്തോടെ യാഥാർത്ഥ്യങ്ങളെ ഉൾക്കൊണ്ട് പെരുമാറുകയാണ്. പ്രകൃതിവാതകം ഉപയോഗിക്കുന്ന ശ്മശാനങ്ങളിൽ സംസ്കാരം പോലും നടക്കുന്നില്ല. അങ്ങനെയുള്ള പ്രതിസന്ധി നിലനിൽക്കുമ്പോൾ കരിഞ്ചന്തക്കാരത് ചാകരയാക്കുന്നു. മുംബൈയിലൊക്കെ സിലിണ്ടർ ഒന്നിന് 6000 രൂപയൊക്കെ ഈടാക്കുന്നുണ്ട്. പുര കത്തുമ്പോൾ തന്നെ വാഴ വെട്ടുന്നവരെ കുറിച്ച് ഒന്നും പറയാനില്ല. പ്രകൃതിവാതകം ഉപയോഗിക്കുന്നത് പാചകത്തിന് മാത്രമല്ല, വളം, പ്ലാസ്റ്റിക്, ഫാബ്രിക് നിർമ്മാണവും ഊർജോൽപാദനവും ഒക്കെ ദ്രവീകൃത പ്രകൃതിവാതകം ഉപയോഗിച്ചാണ് നടക്കുന്നത്. കാർഷികോൽപാദനത്തിന് ഏറെ ആവശ്യമുള്ള വളം നിർമ്മാണത്തിൽ തടസ്സം വന്നാൽ ഭക്ഷ്യവസ്തുക്കളുടെ ലഭ്യതയിലും ഭാവിയിൽ കുറവുണ്ടാകും. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നടപടിയെടുത്തിട്ടും എന്തുകൊണ്ട് ഈ ക്ഷാമം എന്നാലോചിച്ചോ? 1, 60 മുതൽ 65% വരെ ദ്രവീകൃത പാചകവാതകം ഇറക്കുമതി ചെയ്യുന്ന രാജ്യമാണ് ഇന്ത്യ. അതിൽ തന്നെ 85 മുതൽ 90% വരെ വരുന്നത് ഹോർമൂസ് കടലിടുക്കിലൂടെയും. അങ്ങനെ വരുമ്പോൾ ഹോർമൂസ് കടലിടുക്കിൽ വന്ന തടസ്സം സ്വാഭാവികമായും നമുക്ക് തിരിച്ചടിയായി. 2, പ്രധാനമന്ത്രി ഉജ്ജ്വൽ യോജന പ്രകാരം പാചകവാതകം ഉപയോഗിക്കുന്നവരുടെ എണ്ണം വളരെ കൂടി. പണ്ട് സമാന സാഹചര്യങ്ങളിൽ ഉണ്ടായിരുന്നതിലും ഏറെ ഡിമാൻഡുണ്ട്. അത് കവർ ചെയ്യാനാകുന്നില്ല. 3, ക്രൂഡിന്റെ കാര്യത്തിൽ കഴിഞ്ഞ ആഴ്ച അവസാനത്തെ കണക്ക് പ്രകാരം 8 ആഴ്ചയിലേക്കുള്ള സ്റ്റോക്ക് നമുക്കുണ്ടായിരുന്നു. ഇപ്പോൾ പറഞ്ഞാൽ ഏകദേശം 74 ദിവസത്തേക്ക്. കൂടാതെ 5.3 മില്യൺ ബാരലിന്റെ കരുതൽ ശേഖരവുമുണ്ട്. എന്നാൽ LPGയുടെ കാര്യത്തിൽ ആ ആത്മവിശ്വാസം നമുക്കില്ല. ആകെയുള്ളത് 22 മുതൽ 30 ദിവസം വരെ തട്ടിമുട്ടി കഴിയാനുള്ള സ്റ്റോക്ക്. ഒരു മാസമെന്നൊക്കെ പറഞ്ഞാൽ കണ്ണടച്ചു തുറക്കും മുന്നേ തീരുകയും ചെയ്യും. 4, സർക്കാർ മുൻഗണന നൽകുന്ന വിഭാഗങ്ങളുണ്ട്. 33 കോടിയോളം വരുന്ന വീടുകളും നമ്മൾ മുൻപ് പറഞ്ഞ വിഭാഗങ്ങളും. അങ്ങനെ അടുക്കള പൂട്ടരുതെന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുമ്പോൾ വാണിജ്യ ആവശ്യത്തിന് ഉള്ള വിതരണം, അതായത് ഹോട്ടലുകൾക്കും റെസ്റ്റോറന്റുകൾക്കും ലോണ്ടറികൾക്കും ഒക്കെയുള്ളവ കുറയ്ക്കാൻ സർക്കാർ റിഫൈനറികളോട് ആവശ്യപ്പെട്ടിരുന്നു. നോർവേയിൽ നിന്നും USA-യിൽ നിന്നും റഷ്യയിൽ നിന്നും ഒക്കെ പാചകവാതകം എത്തിക്കാൻ സർക്കാർ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഗുഡ് ഹോപ്പ് മുനമ്പ് ചുറ്റി അതിവിടെ എത്താൻ 10-15 ദിവസം എടുക്കും. പിന്നെ നമ്മൾ പറഞ്ഞ ആ പൂഴ്ത്തിവയ്പും കരിഞ്ചന്തയും ഉണ്ടല്ലോ, അതും ഒരു പ്രശ്നമാണ്. മറ്റൊന്ന്, ആകെപ്പാടെ ടെൻഷനിലായി നമ്മളിൽ ഓരോരുത്തരും അത്യാവശ്യം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഗ്യാസ് ചാടിക്കേറി ബുക്ക് ചെയ്യുന്നത്. ഇന്നിപ്പോ ഈ സംഘർഷം അവസാനിച്ചാലും കാര്യങ്ങൾ പൂർവ്വസ്ഥിതിയിലാകാൻ സമയമെടുക്കും. ഖത്തർ ഊർജ്ജമന്ത്രി ഇക്കാര്യം വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. എന്നുവെച്ചാൽ ഇടുകുടുക്കെ ചോറും കറിയും എന്ന മട്ടിൽ ഇതൊന്നും നടക്കില്ല എന്നർത്ഥം. എന്നുവെച്ച് പാനിക്കാകേണ്ട കാര്യമില്ല. ടെൻഷൻ അടിച്ചിട്ടും പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ലല്ലോ. നമ്മൾ മാനവരാശി ഒന്നിച്ചു നിന്ന് ഇതല്ല ഇതിനപ്പുറവും നേരിട്ടിട്ടുണ്ട്.
സിനിമയിൽ പറയും പോലെ ഇതല്ല ഇതിനപ്പുറം ചാടിക്കടന്നവനാണ് ഈ കെ ജോസഫ്. അപ്പോൾ എങ്ങനെയാ നമ്മൾ ഒറ്റക്കെട്ടായങ്ങ് നേരിടുവല്ലേ? ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.